നമ്മുടെ മിഡ് വീക്ക് സസ്പെൻഷൻ ടാസ്കിനകത്ത് കളിച്ച് അവസാനം അനീഷ് പുറത്ത് പോകുമോ? വേറൊരു കാര്യമുണ്ട്, പുറത്ത് പോയി നമ്മൾ ഏകാന്തവാസമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരണമെങ്കിലും വീട്ടുകാർ വിചാരിക്കേണ്ടി വരുമോ? അനീഷിനെ തിരിച്ച് വീട്ടിലേക്ക് കയറ്റൂലേ പോയി കഴിഞ്ഞാല്? നിലവിൽ അനീഷിനാണ് ഏറ്റവും കുറഞ്ഞ സ്കോർ കിട്ടിയിരിക്കുന്നത്. അതെ, എന്താ നടന്നതെന്ന് അറിയണ്ടേ? കോമഡി കാര്യങ്ങളാണ് നടന്നത്, രസമുണ്ട് കണ്ടോണ്ടിരിക്കാൻ, പക്ഷേ ഗൗരവമുള്ള കാര്യങ്ങളുമാണ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബിഗ് ബോസ് പറയാണ്, ബിഗ് ബോസ് ഇടയ്ക്കിടയ്ക്ക് മറ്റേ പുട്ടിന് പീരിടുന്ന പോലെ നിങ്ങളുടെ സഹായികൾ തിരഞ്ഞെടുത്തതിൽ നിങ്ങൾ തൃപ്തരാണോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. കാര്യം എന്തെങ്കിലും ബിഗ് ബോസ് തന്നെ ഒരു സംശയം, ഇവർ ഹെൽപ്പ് ചെയ്യുമോ? സത്യം പറഞ്ഞാൽ ഈ സഹായികൾ തിരഞ്ഞെടുത്ത ആൾക്കാർക്കും ചിലവർക്കൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല. കാര്യം പിന്നെ അവർ പറഞ്ഞു പോയല്ലോ, പിന്നെ നന്മ ആൾക്കാർ പ്രേക്ഷകരെന്ത് വിചാരിക്കും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അത് ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ആര്യനാണെങ്കിലും ആര്യൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, ആര്യനും ജിസേൽ. അപ്പോൾ ജിസേൻ പറയുന്നുണ്ട് വെരി സ്മാർട്ടാണെന്ന് റെന. കാര്യം തുടക്കത്തിൽ ചാടി കയറിയിട്ട് ആര്യൻ്റെ പേര് പറഞ്ഞു. കാര്യം ആര്യൻ നന്നായിട്ട് ടാസ്ക് കളിക്കും, പിന്നെ റെനേനെ തോപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം മോശമായിട്ട് കളിക്കില്ല, നെഗറ്റീവ് ആവും. സോ അതുകൊണ്ട് എല്ലാവരും ടാസ്ക് കളിക്കും. അതേപോലെ തന്നെ ബുദ്ധിമാനാണ് അനീഷ്. ശരത്തിന്റെ പേര് പറഞ്ഞു. കാര്യം ഇത്രയും തന്നെ എതിർക്കുന്ന ഒരാളുടെ പേര് പറയണമെങ്കിൽ അത് ഭയങ്കര സംഭവമാണല്ലോ. കാര്യം ശരത്ത് എന്ന് പറഞ്ഞാൽ അനീഷ് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ മതി എന്നാണ് നിൽക്കുന്നത്. ആ ശരത്തിനെ കൊണ്ട് അനീഷിനെ രക്ഷിക്കാൻ വേണ്ടി കളിപ്പിക്കുന്ന പോലെയായി. പക്ഷെ പണി പാളി. ശരത്തിനെ രക്ഷിക്കാൻ കഴിയുമോ അനീഷിനെ? പിന്നെ അതുപോലെ തന്നെ ഒനിയിൽ ഇന്ന് രാവിലെ ചീത്ത വിളിച്ചതേ ഉള്ളൂ. ആ അക്ബറിനെ കൊണ്ടാണ് ഇന്ന് ഒനിയിൽ രക്ഷിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നത്. സോ ഇങ്ങനെ കുറച്ച് കളികളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഇന്ന് എന്താ നടന്നെന്നുള്ളത്. കോയിൻ വേട്ട, അതിപ്പോൾ ബിഗ് ബോസ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, സഹായികളുടെ ഉത്തരവാദിത്തമാണ് ഇവരെ രക്ഷിക്കാൻ എന്നുള്ളത്. അപ്പോൾ കോയിൻ വേട്ട എന്ന് പറഞ്ഞ ടാസ്ക്കാണ് മിഡ് വീക്ക് സസ്പെൻഷനിലെ ആദ്യത്തെ ടാസ്ക്കാണ്. ഇത് ആദ്യത്തെ ടാസ്ക്കാണ്. ഇത് കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞാൽ ഓരോ പോയിന്റ് വെച്ച് കിട്ടും കേട്ടോ. എന്നിട്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ള ഏറ്റവും കുറഞ്ഞ പോയിന്റുള്ള 2 വ്യക്തികളായിരിക്കും ഔട്ടാവുന്നത്. ഔട്ട് എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി പുറത്താവുന്നത്. ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റി ഏരിയയിൽ ഒരു മഡ് പിറ്റ് ഉണ്ട്. അത് നിറച്ച് കോയിനാണ്, നിറച്ച് ചെളിയാണ്, അതിനകത്ത് നിറച്ച് കോയിൻസ് താഴ്ത്തി വെച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ശേഖരിക്കേണ്ടത്. പക്ഷേ ഈ കോയിൻസ് ശേഖരിക്കണമെങ്കിൽ കുറേ നിബന്ധനകളുണ്ട്. അതായത് ഇപ്പുറത്ത് ആക്ടിവിറ്റി റൂമിൻ്റെ ഒരു സൈഡിൽ 6 ട്രഷർ ബോക്സുകളുണ്ട്. ഓരോരുത്തർക്കും ഇത് ഓരോ ട്രഷർ ബോക്സ്. എന്നിട്ട് ഈ 6 ട്രഷർ ബോക്സിനും 6 ടബുകളും ഉണ്ട്. എന്നിട്ട് ഈ ടബിനകത്ത് നിറച്ച് വെള്ളമാണ്, ആ വെള്ളത്തിൽ നിറച്ച് കോയിൻസ് ആണുള്ളത്. എന്നിട്ട് നമ്മൾ ഒരു വ്യക്തി, സഹായിക്കുന്ന ഒരു വ്യക്തി ഒരാൾ ടബിൻ്റെ അടുത്ത് നിൽക്കണം, ഒരാൾ ഈ നമ്മുടെ ട്രഷർ ബോക്സിൻ്റെ അടുത്ത് നിൽക്കണം. എന്നിട്ട് ബസർ അടിക്കുമ്പോഴത്തേക്കും ഒരു സഹായി, ടബിൻ്റെ അടുത്ത് നിൽക്കുന്ന സഹായി, അതിനകത്ത് കുറേ താക്കോലുകളുണ്ട്, 10-20 താക്കോലുണ്ടെന്നാണ് അറിഞ്ഞത്. ആ താക്കോലിൽ നിന്ന് കറക്റ്റ് താക്കോൽ എടുത്ത് ഈ ട്രഷർ ബോക്സ് തുറക്കണം. തുറന്നു കഴിഞ്ഞ ശേഷം അതിനകത്ത് ഒരുപാട് സാധനങ്ങളാണ്. അതായത് ഈ മഡിനകത്ത്, അതായത് ചെളിക്കുണ്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അത് മൊത്തം ഇട്ടിട്ട് വേണം, അതായത് ആ ഫുൾ സേഫ്റ്റി ഗിയർ മൊത്തം ധരിച്ചിട്ട് വേണം ഈ ചെളിക്കകത്തേക്ക് ഇറങ്ങാൻ. അപ്പോൾ എന്നിട്ട് ഇറങ്ങിയിട്ട് മാക്സിമം കോയിൻ എടുക്കണം. പിന്നെ ഇതിനകത്ത് ഈ 6 പേരും, ഈ ഡേഞ്ചറിൽ നിൽക്കുന്ന 6 പേരും ഇത് കളിക്കത്തില്ല, അവർ മാറി നിന്ന് ഇവരെ ചീർ ചെയ്യണം. ഇത്രയേ ഉള്ളൂ ടാസ്ക്. ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടിയ ആൾ വിജയിക്കും. 6 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ. ഓക്കെ, ബസർ ടു ബസറാണ്, 6 മിനിറ്റാണ് സമയം കേട്ടോ. അങ്ങനെ നമ്മൾ ടാസ്ക് ആരംഭിക്കാൻ പോവുകയാണ്. ഞാൻ ആ ചരിത്ര മുഹൂർത്തം കാണുകയാണ്. അനീഷും അപ്പാനിയും നമ്മുടെ അനുമോളും കെട്ടിപ്പിടിച്ചു. സൂപ്പർ. അപ്പം ഞാനിത് എന്തായി കാണുന്നത്? മനിഞ്ഞാന്ന് ഒടുക്കത്തെ വഴക്കും ബഹളമായിരുന്ന 3 പേരാണേ ഒറ്റ നിമിഷം കൊണ്ട് നമ്മൾ ജയിക്കും, നമ്മൾ കളിക്കും, നമ്മൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ടൊക്കെ. അപ്പം ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. നിങ്ങളത് മനസ്സിലാക്കുക. ഇവരെയൊക്കെ ഇങ്ങനെ കമൻറ്റ് ബോക്സിലൊക്കെ ഭയങ്കര പേഴ്സണലി എടുത്തിട്ടൊക്കെ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആൾക്കാർ മനസ്സിലാക്കുക, ഇത് വെറും ഒരു ഗെയിമാണ്. ആരും ഇത് മനസ്സിലേക്ക് എടുക്കരുത്. ഇത് നമ്മളൊരു കളി മാത്രമാണ്. ഓക്കെ, അത് അവരും അങ്ങനെയാണ് കളിക്കുന്നത്. മനസ്സിലേക്ക് എടുത്താൽ പോയി, പിന്നെ നമുക്ക് ഭയങ്കര ഇമോഷണലി നമ്മൾ ഇതായി പോവും. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ച് കളിക്കാൻ വേണ്ടി നിൽക്കുകയാണ്, റെഡി ആവുകയാണ്. ബസർ അടിക്കുന്നു. ബസർ എന്ന് പറയുമ്പോൾ ആദ്യം അവിടെ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബിൻസി ശൈത്യയാണല്ലോ ആദ്യം. ശൈത്യയുടെ പേര് ബിൻസി ആണല്ലോ അല്ലേ? അപ്പോൾ ബിൻസി, ഓക്കെ, ബിൻസി ശൈത്യ, അതെ, രേണുവിൻ്റെ ടീം ആദ്യം ഒറ്റ സെക്കൻഡ്, ഒരു 2-3 സെക്കൻഡിനകം തന്നെ ട്രഷർ ബോക്സ് തുറക്കുകയാണ്. ഭയങ്കര ഭാഗ്യം തന്നെ കേട്ടോ. രേണു ഒരു കമൻറ്റും പറഞ്ഞിട്ടുണ്ട് അതിന് കേട്ടോ. ഞാൻ പറയാം ആ കമൻറ്റ് എന്താണെന്ന്. ആദ്യം തന്നെ അവരുടെ ബോക്സാണ് തുറക്കുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. ബാക്കിയുള്ളവർക്കൊന്നും കിട്ടിയിട്ടില്ലേ. അത് കഴിഞ്ഞ് നോക്കുമ്പോഴും ഇവർക്ക് ഈ അപ്പാനി അനീഷിന്റെ ഗ്രൂപ്പിന് കിട്ടിയിട്ടേ ഇല്ല. അപ്പാനിയാണെങ്കിൽ പല കോയിനും ട്രൈ ചെയ്യുന്നു, തുറക്കാനും പറ്റണില്ല, ഒന്നും പറഞ്ഞില്ല. ഈ സമയം കൊണ്ട് അടുത്ത് തുറന്നത് ആര്യനാണ്. ആര്യൻ തുറന്നു. അങ്ങനെ ആര്യൻ കളത്തിലേക്ക് ഇറങ്ങി. പക്ഷെ ശൈത്യ ആദ്യം ഇറങ്ങിയപ്പോഴത്തേക്കും ഗ്ലൗസ് ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെ തിരിച്ചു കയറി ഫുൾ സേഫ്റ്റി ഗിയർ ഫുൾ ഇട്ടിട്ട് വേണം കയറാൻ, ബഡിനകത്ത് കയറാൻ, അല്ലാതെ മാറ്റി വെക്കാൻ. അതിനകത്തൊരു
മുട്ടിൽ വെക്കുന്നത്, പിന്നെ ഇവിടെ വെക്കുന്നുണ്ടായിരുന്നു, പിന്നെ ഗ്ലൗസ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് അതെല്ലാം ഇട്ടിട്ട് വേണം. അപ്പോൾ ആദ്യം നമ്മുടെ ശൈത്യ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഗ്ലൗസ് ഇട്ട് ഗ്ലൗസ് ഇട്ടില്ല പിന്നെ തിരിച്ചു വന്നിട്ടു. എന്നിട്ട് എല്ലാവരും മഡിലേക്ക് ഇറങ്ങി. ഒരാളൊഴിച്ചു, ഒരു ടീം ഒഴിച്ചു, അനീഷിൻ്റെ ടീം. അപ്പാനെ അപ്പോഴും അവിടെ നിന്നുകൊണ്ട് ഇത് തുറക്കുകയാണ്. ആയിട്ടില്ലെന്നേ, തുറന്നിട്ടില്ല, പലതും തുറന്നു നോക്കുന്നുണ്ട്. അവസാനം അനുമോൾ അപ്പുറത്തെ താക്കോലൊക്കെ ഇട്ട് തുറക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ അയ്യേ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. അവസാനം 4 മിനിറ്റേ ഉള്ളൂ ബാക്കി. എല്ലാവരും കോയിൻസ് മാക്സിമം എടുത്തു കഴിഞ്ഞു ആ സമയം കൊണ്ട്. ഞാൻ വിചാരിച്ചു അനീഷ് കാര്യം തീർന്നു, സമയമായി. അതായത് അനീഷ് ഔട്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഞാൻ ആദ്യമേ പോയിന്റ് പറഞ്ഞാൽ പിന്നെ പോയിന്റ് പിടിക്കാൻ പാടാണ്. അത് കഴിഞ്ഞ ശേഷം അവസാനം കിട്ടി കേട്ടോ. അവസാനം കിട്ടി. അനുമോള് മറ്റേ എന്തോ ഇടാതെ, ഗ്ലൗസ് ഇടാതെ ഒറ്റച്ചാട്ടം, തവളയെ പോലെ നല്ല രസമാണ്, ചിരിച്ചു വരിക കേട്ടോ. അനുമോൾ ഒറ്റച്ചാട്ടം നമ്മളെ ചെളിക്കുണ്ടിലേക്ക് ഒറ്റച്ചാട്ടം, എന്നിട്ട് തപ്പയാണ് അവിടെ കിടക്കണം. അപ്പോൾ അനുമോളെ ഗ്ലൗസ് ഇട്ടില്ല, എന്നിട്ട് തിരിച്ചു കയറി ഗ്ലൗസ് ഇടുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ചാടിയേ മഡില്. അത് കഴിഞ്ഞ് പിന്നെ നീ ക്യാപ്പിട്ടില്ല, തിരിച്ചിറങ്ങിയത് പിന്നെയും നീ ക്യാപ്പിട്ട്. അങ്ങനെ നമുക്ക് രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് എല്ലാവരും തപ്പാൻ തുടങ്ങി. ഈ അനീഷിൻ്റെ ടീമിന്, അതായത് ശരത്തിനും അനുമോൾക്കും കുറച്ച് ടൈമേ കിട്ടില്ല. ഏകദേശം ഒരു മിനിറ്റോ 1.5 മിനിറ്റോ സംഭവമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അത്രയും കിട്ടിയിട്ടുള്ളൂ സമയം. എന്നിട്ട് എല്ലാവരും മാക്സിമം എടുത്തു. എന്നിട്ട് ബിഗ് ബോസ് ബസറടിച്ചു. എന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞ് പോയി കുളിച്ചിട്ട് വാ, വേറെ ഡ്രസ്സ് അവർക്ക് കൊടുക്കുകയാണ്. എല്ലാവരും കുളിച്ച് സുന്ദരക്കുട്ടപ്പന്മാരായിട്ട് വന്നു കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ അപ്പം അതിൻ്റെ കൂടെ ആര്യൻ ചെളി തെറിപ്പിച്ച്, ടി വിയിലൊക്കെ ചെളി തെറിച്ചു. അപ്പം ആര്യൻ്റെ ചെളി ബിന്നിയിലും ശാരികയ്ക്കും ഒക്കെ ഭയങ്കര ദേഷ്യമുണ്ട്. കാര്യം ഡ്രസ്സ് മാറാനില്ലല്ലോ എന്ന് വിചാരിച്ച് അവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. ആര്യൻ എപ്പോഴും പറയുന്ന പോലെ സോറിയൊക്കെ പറഞ്ഞു. രേണു, എന്തൊരു ഭാഗ്യോടി നമുക്ക്, ആദ്യത്തെ സെക്കൻഡിൽ തന്നെ ബോക്സ് തുറന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പുള്ളിക്കാരി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്ന് പോയാൽ കിട്ടിയാൽ മതി ഇവിടെ നിന്ന്. എന്നിട്ട് അവർക്കാണ് ആദ്യം കിട്ടിയത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ബാക്കിയുള്ളവർക്കാണ്, പക്ഷെ കിട്ടിയത് ആർക്കാണ്? രേണുവിനും. എന്ന് ഞാൻ ഫസ്റ്റല്ല ആദ്യം ബോക്സ് തുറന്നത്. ഞാൻ അപ്പോഴേ പ്രാർത്ഥിച്ചു, സുചേട്ടൻ ഇതെവിടെ ഉണ്ടെങ്കിൽ അതിനൊരു തെളിവ് കാണിച്ചു തരണമെന്ന്. അതാണ് നടന്നത് എന്നൊക്കെയാണ് രേണു പറയുന്നത്. അതിന് ഞാൻ കമൻ്റ് ഒന്നും പറഞ്ഞില്ല, കാര്യം പുള്ളിക്കാരുടെ ആ സ്റ്റേറ്റ്മെൻറ്റിൽ. ഓക്കെ, അങ്ങനെ അവിടെ ഇരുന്നോട്ടെ. അത് കഴിഞ്ഞ ശേഷം റിസൾട്ടാണ്. അപ്പം പിന്നെയും ബിഗ് ബോസ് പുട്ടിൻ്റെ പീരെ പോലെ സഹായികളുടെ പ്രകടനത്തിൽ തൃപ്തരാണോ? ഫുൾ തൃപ്തരാണ് ബിഗ് ബോസ്. അതായത് എന്തെങ്കിലും ഒരു സ്പാർക്ക് ഇവരിൽ നിന്ന് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ പോയിന്റ്സ് പറയുകയാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇവരെ നിരത്തി നിർത്തിയിട്ട് എത്ര കോയിൻ കയ്യിലുണ്ടെന്ന് പറയാൻ പറയുന്നു. അനീഷിനാണ് ഏറ്റവും കുറഞ്ഞ പോയിന്റ് കിട്ടിയത്. അതായത് കോയിൻ കിട്ടിയത് 3 കോയിനേ കിട്ടിയുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒനീൽ പറയുന്നു, ഒനീലിന് 12 കോയിനാണ് കിട്ടിയത്. അപ്പം ഞാൻ ഇതനുസരിച്ച് പറയാം കേട്ടോ. ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത് റെനയ്ക്കാണ് കേട്ടോ. 15 കോയിനാണ് കിട്ടിയത്. 15 കോയിൻസ് ആര്യനും ജിസേലും കൂടെയാണ് എടുത്തു കൊടുത്തത്. അത് കഴിഞ്ഞ് ആര്യന് വലിയൊരു താല്പര്യമൊന്നുമില്ല, പിന്നെ ടാസ്ക് കളിക്കണ്ടേ, അപ്പോൾ നമുക്ക് ഒരു ഇതാവുമല്ലോ. അത് ആര്യം പറയുന്നത് നമ്മൾ ലൈവിൽ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. പിന്നെ റെന സ്മാർട്ടാണ്, ജിസേല് പറഞ്ഞു റെന സ്മാർട്ടാണ്, അതുകൊണ്ടാണ് അവൾ നമ്മളെ തിരഞ്ഞെടുത്തതെന്ന്. അപ്പം റെനയ്ക്ക് 15 കോയിൻ കിട്ടി. അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടിയത് സരികയ്ക്കാണ്. നമ്മുടെ സരികയ്ക്ക് 14 കോയിൻ കിട്ടി. അത് കഴിഞ്ഞ് രേണുവിന് 13 കോയിൻ കിട്ടി. അത് കഴിഞ്ഞ് ഒനീലിന് 12 കോയിൻ കിട്ടി. അത് കഴിഞ്ഞ് കിട്ടിയത് ശാരികയ്ക്ക് 9 കോയിൻ. അത് കഴിഞ്ഞ് കിട്ടിയത് ഏറ്റവും ലാസ്റ്റാണ് അനീഷ്, 3 കോയിനേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇനിയും പിന്നെയും ബിഗ് ബോസ് നിങ്ങളുടെ സഹായികളുടെ പ്രകടനത്തിൽ തൃപ്തരാണോ? അപ്പോൾ തൃപ്തരല്ലെങ്കിൽ എന്ത് ബിഗ് ബോസ് മാറ്റിക്കൂ? അപ്പോൾ മാറ്റിക്കാനാണ് ചാൻസ് കേട്ടോ. അപ്പോൾ അനീഷ് 100% തൃപ്തനാണ്. അനീഷിൻ്റെ ഗെയിം വേറെയാണ് മക്കളെ. അനീഷ് വേറെ ഗെയിമിലാണ് പോകുന്നത് കേട്ടോ. സംഭവം മനസ്സിലായില്ലേ? പുള്ളിക്കാരൻ കളിക്കുന്നത് വോട്ടിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ അതിനകത്ത് നിൽക്കാൻ വേണ്ടിയിട്ടല്ല. അതിനകത്ത് ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ എങ്ങനെയെങ്കിലും കാല് പിടിച്ച് ചുറ്റിപ്പിടിച്ച് നിൽക്കാനോ ഒന്നും അല്ല. പുള്ളിക്കാരൻ കളിക്കുന്നത് വോട്ടിന് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാര്യം വോട്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട്, മനസ്സിലായില്ലേ? ജനങ്ങളെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിനുള്ള ഗെയിമാണ് അനീഷ് അവിടെ കളിക്കുന്നത്. അപ്പോൾ പക്ഷേ അതിന് ഈ ഒരുപാട് ഈ ഒരു കാര്യം 10 പ്രാവശ്യം പറയണത് അല്ല, 100 പ്രാവശ്യം പറയണത് ഒരു 5 പ്രാവശ്യമായിട്ട് കുറച്ചാൽ വളരെ നന്നായിരുന്നു. അങ്ങനെ എനിക്ക് കുറച്ചും കൂടെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത് കഴിഞ്ഞ് എല്ലാവരുടെയും പോയിന്റ്സ് പറയാണ്. ഇതിനകത്ത് റെനയ്ക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്, 6 പോയിന്റ്. അത് കഴിഞ്ഞ് സരികയ്ക്ക് 5 പോയിന്റ്, രേണുവിന് 4 പോയിന്റ്, ഒനീലിന് 3 പോയിന്റ്, ശാരികയ്ക്ക് 2 പോയിന്റ്, അനീഷിന് 1 പോയിന്റ്. ഇനിയും ടാസ്കുകളുണ്ടാവും. അപ്പോൾ ഇനി അനീഷ് അടുത്ത ടാസ്കിൽ ജയിച്ചാൽ 6 പോയിന്റ് കിട്ടി മുകളിൽ കയറാം, വേണമെങ്കിൽ കയറാം. പക്ഷേ ഈ മിഡിൽ കിടക്കുന്ന സരിക, രേണു, ഒനീലൊക്കെ നന്നായിട്ട് കളിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അനീഷിന് പിന്നെ രക്ഷയില്ല, താഴോട്ട് തന്നെ പൊക്കോണ്ടിരിക്കും. അനീഷിനെ അടുത്ത് 3 പ്രാവശ്യവും ഫസ്റ്റ് അടിക്കണം. അത് നടക്കോ ഇല്ലേന്ന് ഒരു പിടിയുമില്ല. അപ്പോൾ അനീഷിനും ശാരികയ്ക്കുമാണ് ഏറ്റവും ചാൻസ് ഉള്ളത്. പക്ഷേ ഇതൊരു ഏകാന്തവാസമാണ്, തിരിച്ചു വരുമോ ഇല്ലേ എന്നുള്ളതൊരു പിടിയില്ല. അതാണ് നമുക്ക് അനിശ്ചിതത്തിൽ നിൽക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഇതാണ് സംഭവം നടന്നത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.